ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയുടെ ആനുവൽ എക്സാമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഓൾറെഡി അടിസ്ഥാന പാഠാവലിയുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം. നാളെയാണ് നിങ്ങൾക്ക് എക്സാം അല്ലേ. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കാം. വല്യമ്മയോട് കുപ്പായം ചോദിക്കാതെ കുട്ടി അമ്മയോട് കള്ളം പറയുന്നു. കഥയിലെ ഈ സന്ദർഭം സൂചിപ്പിക്കുന്നത് എന്ത് എന്നാണ് ഒന്നാമത്തെ ഒരു ചോദ്യം. അമ്മ പറഞ്ഞിട്ടും വല്യമ്മയോട് കുപ്പായം ചോദിക്കാതിരുന്നത് അഭിമാനബോധം കൊണ്ടാവാം. ഇല്ലായ്മ മറ്റുള്ളവർ അറിയരുതെന്ന് ആഗ്രഹിക്കുന്നു. അമ്മയെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയാവാം അമ്മയോട് കള്ളം പറഞ്ഞത്. മറ്റുള്ളവരെ അറിയിക്കാതെ തൻ്റെ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കുന്നു. ഇത് നമ്മുടെ MTയുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. മറ്റൊരു ചോദ്യം, പുതിയ കുപ്പായം കുട്ടിയുടെ മാനസികാവസ്ഥയിൽ വരുത്തിയ മാറ്റം എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നല്ല കുപ്പായമില്ല എന്ന അപകർഷതാബോധം പുതിയ കുപ്പായം കിട്ടിയതോടെ ഇല്ലാതാകുന്നു. കുപ്പായത്തെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ നല്ല അഭിപ്രായം കുട്ടിക്ക് ആത്മവിശ്വാസം നൽകുന്നു. കല്യാണ വീട്ടിൽ ലഭിച്ച അംഗീകാരം കുട്ടിക്ക് അഭിമാനം നൽകുകയും ചെയ്യുന്നു. മറ്റൊരു ചോദ്യം, വസ്ത്രം ആവശ്യത്തിനാണ്, ആഡംബരത്തിനല്ല. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായക്കുറിപ്പാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ വസ്ത്രം എന്ന് പറയുന്നത്, ഇതിനെക്കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. വസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും നമുക്കൊരു ആഡംബരം കാണിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഷൈൻ ചെയ്യാനോ ഉള്ള ഒന്നല്ല. വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഒരു അഭിമാനമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാണം മറക്കാനുള്ള ഒന്ന് മാത്രമാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളോട് എഴുതാൻ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ എഴുതാം. മറ്റെന്തിനേക്കാളും വസ്ത്രത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഓരോ വിശേഷാവസരങ്ങളിലും വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കാൻ ആളുകൾ മത്സരിക്കുന്നു. വസ്ത്രധാരണാ രീതിയെ അടിസ്ഥാനമാക്കി ആളുകളെ വിലയിരുത്തുന്നു. പുതിയ തലമുറയെ ഒന്നാകെ ഫാഷൻ ഭ്രമം പിടികൂടിയിരിക്കുകയാണ്. ദിവസേന മാറുന്ന ഫാഷനുകൾക്കനുസരിച്ച് വസ്ത്രങ്ങൾ മാറി മാറി വാങ്ങുന്നു. ആഡംബര വസ്തുക്കൾ പോലെ വസ്ത്രധാരണവും പൊങ്ങച്ച സംസ്കാരത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. വസ്ത്രധാരണത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെയും വിലയിരുത്തുന്നത് ശരിയല്ല. ഒരാളുടെ മഹത്വം വെളിവാകുന്നത് അയാളുടെ പെരുമാറ്റത്തിലൂടെയാണ്. മഹാത്മാഗാന്ധി, മദർ തെരേസ തുടങ്ങിയ അനേകം മഹാത്മാക്കൾ ലളിതമായ വസ്ത്രധാരണാ രീതി പിന്തുടർന്ന് ലോകത്തിനാകെ മാതൃകയായവരാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത അനേകം പേർ നമുക്ക് ചുറ്റിലുമുണ്ട്. വസ്ത്രത്തിന് അനാവശ്യമായി പണം ചെലവഴിക്കുമ്പോൾ നാം അവരെക്കുറിച്ച് ചിന്തിക്കുക, ഓർക്കുക. വസ്ത്രം ആവശ്യത്തിനാണ്, ആഡംബരത്തിനല്ല. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും എഴുതാൻ വന്നാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി ചേർക്കാവുന്നതാണ്. മറ്റൊരു ചോദ്യം നോക്കൂ. താൻ നേടിയ ഭൂഭാഗത്തിൽ ബഷീർ പുതിയ ലോകത്തിൻ്റെ കമ്പുകൾ വിത്തുകളും നടുന്നു. കൂവനെയും പാമ്പിനെയും പുള്ളിനെയും കടവാതിലിനെയും ഭൂമിയുടെ മറ്റവകാശികളെയും കണ്ടെത്തുകയും ചെയ്യുന്നു. മരുഭൂമികൾ പൂക്കുമ്പോൾ MN വിജയനാണ് എഴുതിയിട്ടുള്ളത്. മുകളിൽ കൊടുത്ത രചനാ സന്ദർഭങ്ങൾ കൂടി പരിഗണിച്ച് ബഷീർ സ്നേഹത്തിൻ്റെ വലിയ ഒന്ന് എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ നമുക്ക് നമ്മൾ ആരോടാണോ നമ്മൾ പ്രഭാഷണം തയ്യാറാക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് അവരെ ഒന്ന് അഭിസംബോധന ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മലയാളിയുടെയും അഭിമാനമാണ് ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. ഭൂമിയുടെ സകല ജാലങ്ങളെയും ഭൂമിയുടെ അവകാശികളായി കണ്ട മഹാനാണ് അദ്ദേഹം. ഇന്നത്തെ തലമുറയിൽ ബഷീറിനെ പോലെ മഹാനായ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാനുണ്ടോ എന്നത് സംശയമാണ്. കുട്ടിമടിയിൽ മൂത്രമൊഴിക്കും എന്ന കവി മുന്നറിയിപ്പ് നൽകുമ്പോൾ മിടുക്കത്തിയായി അവൾ എൻ്റെ മെയ്യിൽ തീർത്ഥം തെളിച്ചോട്ടെ എന്നാണ് ബഷീറിൻ്റെ മറുപടി. കുഴിയാനയിലും ആടിലും പ്രപഞ്ചം മുഴുവൻ സ്നേഹത്തിൻ്റെ വ്യക്തിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ. കൂവനെയും പാമ്പിനെയും കോഴിയെയും എലിയെയും എല്ലാ ചരാചരങ്ങളെയും ഭൂമിയുടെ അവകാശികളായ അദ്ദേഹം കണ്ടു. സകല ചരാചരങ്ങളോടും സ്നേഹമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരമാണെന്ന് അദ്ദേഹം ആ മഹാപ്രതിഭയെ നമുക്ക് മാതൃകയാക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇത്തരത്തിൽ നമുക്ക് ബഷീറിനെ കുറിച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചിട്ട് ഒരു പ്രഭാഷണം തയ്യാറാക്കാവുന്നതാണ്. മറ്റൊരു ചോദ്യം നോക്കൂ. മരക്കൊമ്പുകളിൽ നിന്ന് നേരെ എൻ്റെ മനസ്സിലേക്കാണ് വീഴാറ്. മഴ പെയ്ത് മുറ്റത്ത് പോയാൽ കെട്ടുമ്പോഴാണ് ഞാൻ തെന്നി വീഴാറ്. അടിവരയിട്ട പദങ്ങളുടെ അർത്ഥവ്യത്യാസം. ഒന്ന് വീഴാറ്, ഒന്ന് തെന്നി വീഴാറ്. രണ്ടിൻ്റെയും അർത്ഥവ്യത്യാസമാണ് നമ്മൾ നോക്കേണ്ടത്. ആദ്യത്തെ വാക്യത്തിൽ മഴ ഒരു അനുഭവമായി മനസ്സിൽ നിറയുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ വാക്യത്തിൽ മഴ പെയ്ത് മുറ്റത്തുണ്ടാകുന്ന പായലിൽ തെന്നി വീഴുന്നു എന്നാണ് അർത്ഥം. രണ്ടിൻ്റെയും അർത്ഥം രണ്ട് രീതിയിലാണ് വരുന്നത്.
ഇനി മറ്റൊരു ചോദ്യം നോക്കൂ. ദാരിദ്ര്യത്തിൻ്റെ മാറിലേക്ക് വീഴുന്ന വെട്ടുപോലെ തൂമ്പ അയാളുടെ കയ്യിൽ നിന്ന് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു. അയാളുടെ പ്രിയപ്പെട്ട വരിക്കമാവിലേക്ക് അയാൾ നോക്കി. അതും ഈ പ്രാവശ്യം അയാളെ ചതിച്ചിരിക്കുന്നു. കർഷകരുടെ ജീവിതത്തെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകളാണ് ഈ സന്ദർഭങ്ങളിൽ തെളിയുന്നത്? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ്? 1940കളിലെ മധ്യ തിരുവിതാംകൂറിലെ കാർഷിക ജീവിതം പശ്ചാത്തലമാക്കി പൊൻകുന്നം വർക്കി രചിച്ച ചെറുകഥയാണ് ആ വാഴവെട്ട് എന്നുള്ളത്. ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ് കർഷകനായ മാർക്കോസ് ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ കൃഷിയിലുള്ള അറിവും അനുഭവജ്ഞാനവും വ്യക്തമാക്കുന്ന ഒരു പഴഞ്ചൊല്ലിലൂടെയാണ് പാഠഭാഗം തുടങ്ങുന്നത്. എല്ലുകൾ ഉന്തി നിൽക്കുന്ന അർദ്ധനഗ്നനായ ശരീരവും വളഞ്ഞ നട്ടെല്ലും ഒട്ടിയ കവിളും കുഴിഞ്ഞ കണ്ണുകളുമെല്ലാം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും നേർചിത്രമാണ് വരച്ചു കാണിക്കുന്നത്. വെയിലും ചൂടും വകവെക്കാതെ തൻ്റെ പറമ്പിൽ അധ്വാനിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുഖത്ത് പക്ഷേ പ്രസന്നത കാണാനേ കഴിയില്ല. കേരളത്തിലെ കർഷകരുടെ എല്ലാ അവസ്ഥ സമാനമാണെന്ന് കഥാകൃത്ത് പറയുന്നു. കഷ്ടിച്ച് ഒരേക്കർ സ്ഥലമേ അദ്ദേഹത്തിനുള്ളൂ. അത്യുദ്ധാനം കൊണ്ട് ചുവട് പിടിച്ച കുറേ വാഴകളാണ് ആ പുരയിടത്തിൻ്റെ പച്ചപ്പ്. ജീവിതം കരുപിടിപ്പിക്കാൻ തന്നെ കഷ്ടപ്പെടുകയാണ് മാർക്കോസ് ചേട്ടൻ. ആ സാഹചര്യത്തിലാണ് രോഗഭീഷണിയുമായി സർക്കാരിൽ വരുന്നത്. വെട്ടിക്കളയുകയല്ലേ ഭേദം എന്ന വാക്യത്തിൽ സ്വന്തം മക്കളെ ഉപേക്ഷിക്കാൻ കഴിയാത്ത ആ പിതാവിൻ്റെ സങ്കടം നമുക്ക് കാണാം. നിയമത്തിന് മുന്നിൽ നിസ്സഹായനായി നിൽക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയാതെ അരിവാളുമായി ഹൃദയം നിറങ്ങുന്ന വേദനയോടെ അയാൾ പറമ്പിലേക്ക് ഇറങ്ങി. ഒരു വിധത്തിൽ മനോനില വീണ്ടെടുത്ത് വാഴയിൽ ആഞ്ഞുവെട്ടിയപ്പോൾ വാഴയെ മുറിച്ച ശേഷം അരിവാൾ വന്നുകൊണ്ടത് അയാളുടെ കാലിൽ തന്നെയാണ്. തൻ്റെ അച്ഛൻ ആശുപത്രിയിലായതും പുരയിടം മരുഭൂമിയായതും സഹിക്കാൻ റാഹേലിന് കഴിയുന്നില്ല. എൻ്റെ അപ്പനും രോഗിയാണ്, അദ്ദേഹത്തെയും കൂടി നിങ്ങൾ വെട്ടിമൂടൂ എന്ന് ഒരു പെൺസിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ടവൾ ഉദ്യോഗസ്ഥരോട് പറയുന്നു. എന്നാൽ അവർ അവളുടെ ആ ശബ്ദത്തെ മരങ്കേറിയുടേതായി വിലയിരുത്തുകയും ചെയ്തത്. വാഴത്തോട്ടം നശിച്ചെങ്കിലും റാഹേലിന് അച്ഛനോടുള്ള സ്നേഹവും കൃഷിയോടുള്ള പ്രതിബദ്ധതയും പ്രത്യാശയും വിത്തുകൾ നമ്മുടെ മനസ്സിൽ പാകുന്നു. ആ തോട്ടം വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്ന പ്രതീക്ഷ നമുക്ക് നൽകുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു മാർക്കോസ് ചേട്ടൻ്റെ കഥയെക്കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം, മഴ നനഞ്ഞല്ല മഴ കൊള്ളാത്തയിടത്ത് സുരക്ഷിതമായി നിന്ന് വിരലൊന്ന് നീട്ടിത്തൊട്ടാണ് മഴയെ ഞാൻ അറിയുന്നത്. നനയാത്ത മഴ എന്നതിലെയാണ്. നനഞ്ഞ മഴയേക്കാൾ നനയാത്ത മഴയാണ് എഴുത്തുകാരിയെ സ്വാധീനിച്ചത്. മുകളിൽ നൽകിയ സൂചനയും പാഠഭാഗത്തെ മറ്റു സന്ദർഭങ്ങളും വിശകലനം ചെയ്ത് ഈ പ്രസ്താവനയോട് പ്രതികരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നനയാത്ത മഴ എന്നത് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗമാണല്ലേ. മഴയുടെ സംഗീത വിരുന്ന്, വെള്ളി നൂലുകളാൽ ഇറയത്ത് തോരണം തൂക്കി വീടിനെ കല്യാണ വീടാക്കുന്ന മഴവിദ്യ, മനസ്സിലേക്ക് വീഴുന്ന മഴയുടെ പവിഴമല്ലിപ്പൂക്കൾ തുടങ്ങിയ പ്രയോഗങ്ങൾ മഴയോടുള്ള പ്രണയത്തിൻ്റെ സൂചനകൾ ആണ്. മുത്തച്ഛനോടൊപ്പം പൂക്കളം തീർക്കുമ്പോഴും സ്കൂളിലേക്കുള്ള യാത്രയിലും മഴ തനിക്ക് ഒരു അനുഗ്രഹമാവുകയായിരുന്നു എന്ന് പ്രിയ എസ് ഓർക്കുന്നു. ദിവസേന 4 മഴകൾ സ്വന്തമാക്കി അതിൻ്റെ നിർവൃതി അവർ ഇപ്പോഴും അനുഭവിക്കുന്നു. അന്നത്തെ കുഞ്ഞെടുപ്പിന് മഴ സമ്മാനിക്കുന്ന മഴവില്ലിനും നിറഭേദമില്ലായിരുന്നുവെന്ന് ഓർത്തെടുക്കുമ്പോൾ മഴ വീണ്ടും വീണ്ടും തന്നിലേക്ക് അടുക്കുന്നതായി എഴുത്തുകാരി അനുഭവപ്പെടുന്നു. മറ്റൊരു ചോദ്യം നോക്കൂ. പാലത്തറ ചന്തയിൽ നിന്നോ മറ്റോ വരുത്തിയ തുണി കൊണ്ടാണ് എൻ്റെ ഷർട്ടും ട്രൗസറും. ക്ലാസ്സിൽ ഷർട്ടില്ലാത്ത കുട്ടികളും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു മത്സരബുദ്ധിയോടെ ഞാൻ ആരുടെയും വേഷഭൂഷാദികളെ നോക്കിയിട്ടില്ല. വീട്ടിലിരിക്കുമ്പോൾ ഇടുന്ന ഷർട്ടും ട്രൗസറും ഇത്ര നല്ലതാണെങ്കിൽ അവൻ്റെ പെട്ടിയിൽ ഇനി എന്തൊക്കെ ഉണ്ടാവും എന്നായിരുന്നു എൻ്റെ ചിന്ത. കുപ്പായം എന്ന പാഠഭാഗത്തിലെയാണ്. വസ്ത്രം ആവശ്യത്തിനപ്പുറം ആഡംബരമായി മാറുന്നുണ്ടോ? വിശകലനം ചെയ്ത് വേഷഭൂഷാദികളും ആഡംബരപരമവും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കാൻ. ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ അവിടെ പറഞ്ഞത്. അവിടെയും വസ്ത്രം നമുക്ക് ആഡംബരമാണോ എന്നാണ് ചോദ്യം. രണ്ടിലും ഏകദേശം നിങ്ങൾക്ക് ഒരേ ആൻസർ എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.